നൂറെ ആദിലയും കൂടി ബെഡിലിരുന്ന് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നൂറ തൻ്റെ ഒരു ആഗ്രഹം പറയുന്നുണ്ട്, നമ്മൾ രണ്ടാളും ഫൈനൽ 5 എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ആദില പറയുന്നു, നമ്മൾ രണ്ടാളും ഇല്ലെങ്കിലും ഒരാളെങ്കിലും ഫൈനൽ 5 വരെ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനല്ല, നമ്മൾ രണ്ടാളും ഒരുപോലെ ഡിസർവിങ് ആണെന്ന് നൂറ പറയുന്നു. മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട് അനുമോളും ഫൈനൽ 5 വരെ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് നൂറ പറയുമ്പോൾ ആദിലയും പറയുന്നു, എനിക്കും അത് തന്നെ ആഗ്രഹം. അവൾ ഉറപ്പായിട്ടും ഫൈനൽ 5 എത്തും. ഇന്നലെ സാബു ചേട്ടൻ പറഞ്ഞതിലും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. മാത്രമല്ല, അവൾക്ക് ഒരുപാട് ഫാൻ പേജൊക്കെ ഉള്ളവളാ എന്ന് ആദില പറയുമ്പോൾ നൂറ പറയുന്നു, അവൾ നന്നായിട്ട് ഗെയിമും കളിക്കും, അവളെ കുറച്ചുകൂടി ജനങ്ങൾക്കറിയാം. അന്നേരം ആദില പറയുന്നു, ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരും ഫാൻ പേജിൽ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ അവൾക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് അവൾ ഫൈനൽ 5 എത്തുവാണെങ്കിൽ ഗ്രേറ്റ്. നമുക്കൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല. അന്നേരമാണ് അനുമോൾ കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം പറയുന്നുണ്ട്, 100 ആയുസാ പോത്തിന്. ഇവർ രണ്ടാളും കൂടി എന്തോ സംസാരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളും അവിടെ നിൽക്കുന്നു. ആദില പറയാ, ഫൈനൽ 5 കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. നൂറ പറയുന്നുണ്ട്, ആദിലയും നീയും ഞാനും അനീഷേട്ടനൊക്കെ ഫൈനൽ 5 വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ 3 സ്റ്റാർ അല്ലിയെന്ന് പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ആദ്യമൊക്കെ ഇവർ ഞങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പായിരുന്നു, ഇടയ്ക്ക് വെച്ച് ഉടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ആ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഇവർ ഞങ്ങൾ പിന്നെ ഉടക്കിയിട്ടേ ഇല്ല. അനുമോളുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇത്രയും നാളൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റി. മാത്രമല്ല, അവർ നല്ല സ്മാർട്ടും ആക്റ്റീവും ആണ്, നന്നായിട്ട് ഗെയിം കളിക്കുകയൊക്കെ ചെയ്യുന്നു. എങ്കിലും അനുമോളുടെ ഫ്രണ്ട്ഷിപ്പും കൂടി കൊണ്ടാണ് ഇത്രയും നാൾ എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അനീഷ്, അനുമോൾ, ഷാനവാസ്, ആദില, നൂറ, നെവിൻ ഇവരിലൊക്കെ ആരായിരിക്കും ഫൈനൽ 5 എത്താൻ പോകുന്നത്? കാത്തിരിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും ഡിസർവിങ് ആയിട്ടുള്ളവർക്ക് തന്നെ കിട്ടട്ടെ. വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിൽക്കുന്നതും പോകുന്നതും ഒക്കെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.